ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗോഡൗണിൻ്റെ ചെറിയൊരു വീഡിയോ കാണിച്ചു കേട്ടോ. ഇത് നമ്മുടെ 500cc വണ്ടിയാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. തൽക്കാലം 500cc വണ്ടി വളരെ കുറവായിട്ട് വരാറുള്ളൂ. ആരെങ്കിലും വരികയാണെങ്കിൽ പേപ്പർ കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ വരികയാണെങ്കിൽ വർക്ക് ചെയ്ത് കൊടുക്കും, വർക്ക് ചെയ്യാതെ കൊടുക്കില്ല. മാറ്റർ ഇതല്ല. ഇന്ന് നമ്മുടെ എയർഫോഴ്സ് നേവിയുടെ വണ്ടിയിലേക്ക് ഒരു ലേലം വിളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയും ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുവാഹട്ടി ഭാഗത്തൊക്കെ ലേലം വിളി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ലേലം വിളിക്കാനും നമ്മൾ കാര്യങ്ങളൊക്കെ പോകണം. അപ്പോൾ ഇനി അതൊന്നല്ല മാറ്റർ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഷോപ്പ് ഗോഡൗണും ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു മാത്രം. ഒരുപാട് ലൈവിലും കാര്യങ്ങളൊക്കെ 3-4 തവണ ലൈവിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ വീഡിയോസൊക്കെ ഒരുപാട് അയച്ചിടാറുണ്ട്. ഇപ്പോൾ അതിന് സമയം കിട്ടാറില്ല. മെയിൻ പ്രശ്നം തിരക്കിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ്. നമുക്കെല്ലാവർക്കും പഴയ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. ഞാൻ ആ വികാരം മാക്സിമം നിങ്ങൾക്ക് എന്താ പറയുക സാക്ഷാത്കരിക്കാൻ വേണ്ടി മാക്സിമം എന്നെക്കൊണ്ട് വഴി ചെയ്യാറുണ്ട്. ഫ്രീ ആയിട്ടൊന്നും ആരും ചെയ്യില്ലല്ലോ. ഞാനും കാശ് വാങ്ങിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കാശ് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ആ രീതിയിൽ മാക്സിമം വർക്ക് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ഒരു വണ്ടിയും കാര്യങ്ങളും 2 ലക്ഷം രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു വണ്ടിയും അതുപോലെ ഫുള്ള് സ്പെയർ പാർട്സ് എല്ലാം പുതിയതൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തും കൂടി നിങ്ങൾ ചിന്തിക്കണം. റിക്വസ്റ്റാണ്. ഓക്കെ, ഒരു വണ്ടി അയച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ മൊത്തം പീസിൽ ഒരുപാട് പീസ് പുതിയത് കയറ്റി പെയിൻറ്റിങ് കൊടുക്കുന്ന പീസ് നമ്മൾ നിരത്തി വെച്ചിരിക്കുക കേട്ടോ. അതൊക്കെ അപ്പോൾ കുറേ അത്യാവശ്യം നല്ല പീസുകളാണെങ്കിൽ ഓക്കെ, എല്ലാം നമ്മളെല്ലാം പുതിയ സാധനം യൂസ് ചെയ്യുള്ളൂ. ബോഡിയിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ബാക്കി സ്പെയർ പാർട്സ് A to Z സാധനം നമ്മൾ പുതിയത് യൂസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം നേവിയുടെ വണ്ടികളുണ്ട്, എയർഫോഴ്സ് വണ്ടികളുണ്ട്, കുറേ സ്ക്രാപ്പ് ചെയ്യാനുള്ളതുണ്ട്, കുറേ സ്ക്രാപ്പ് ചെയ്ത സാധനങ്ങൾ കിടപ്പുണ്ട്. അത്യാവശ്യം സാധനമായി. ഇനിയിപ്പോൾ ഈ മാസം മാർച്ച് മാസം ലാസ്റ്റൊക്കെ ആയിട്ട് എന്തായാലും നമുക്ക് സ്ക്രാപ്പ് ചെയ്യാൻ കൊണ്ടുപോകും. അതായത് ആൾക്കാർ വന്ന് കൊണ്ടുപോകും. അത്യാവശ്യം നല്ല കാശ് കിട്ടും. നമ്മൾ പുറത്ത് സാധനങ്ങളൊന്നും സെയിൽ ചെയ്യാറില്ല. ദയവേത് ചോദിക്കുക, നിങ്ങളുടെ റിക്വസ്റ്റാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും, പക്ഷേ എനിക്ക് റിപ്ലൈ ചെയ്യാനോ കാര്യമൊന്നും അയക്കാനോ സമയം ഉണ്ടായിരുന്നു വരില്ല. അതുകൊണ്ട് തരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഒന്നും തോന്നരുത്, പുറത്ത് സാധനങ്ങൾ കൊടുക്കാറില്ല. അത് കൊടുക്കുന്നത് ശരിയാവാത്തതുകൊണ്ടാണ്. വളരെ ബുദ്ധിമുട്ട്, അത്രയും സമയം കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള എല്ലാത്തിൻ്റെ പേരിലാണ്. സ്റ്റാഫിൻ്റെയും പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട്. അത്രയും ബുദ്ധിമുട്ടാണ്. 18 സ്റ്റാഫുകളുണ്ടായത് 19 സ്റ്റാഫ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 11 സ്റ്റാഫ് മാത്രമായി നിൽക്കുകയാണ്. അത്രയും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. മടുകാടുകൾ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് 46 വണ്ടി അയച്ചു. മിലിറ്ററി വണ്ടികളായിരുന്നു. അപ്പോൾ അതിൽ കുറേ വണ്ടി മടുകാട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് ഭയങ്കര കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല മടുകാട് പൊളി മാർക്കറ്റിൽ നിന്നും ഷോറൂമിൽ ആ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുള്ള് ക്ലിയർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ വണ്ടിയുടെ അധികം നമ്മൾ മൊത്തം ഇതൊരു ഗോഡൗൺ പോലെ വണ്ടിയുടെ മൊത്തം അഴിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഇവിടെ തന്നെയാണ്. ടൂൾ ബോക്സ് കാര്യങ്ങൾ, മിലിറ്ററി ടൂൾ ബോക്സ്, മിലിറ്ററി മഡ്ഗാർഡ്, കഴിഞ്ഞ വണ്ടികൾ അഴിച്ചപ്പോഴുള്ള കുറേ മഡ്ഗാർഡ് കാര്യങ്ങളൊക്കെയാണ്. നല്ല നല്ല പീസുകൾ അടുത്ത ഇനി 16 വണ്ടി കൂടെ സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതൊക്കെ ഒരു 4 വണ്ടി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ആ 4 വണ്ടി പെയിൻറ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും അടുത്ത 4 വണ്ടി കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ഫുള്ള് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കും. ഒരു സാധനം പെയിൻറ്റ് അടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിലൊരു സാധനം ഷോർട്ടേജ് വരാൻ പാടില്ല. കസ്റ്റമറായിട്ട് ഫുൾ കംപ്ലീറ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാം നടത്തി ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അടുത്ത 4 വണ്ടി ഏതായിരിക്കുന്നതൊക്കെ കറക്റ്റ് നമുക്കൊരു ധാരണ ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം മിലിറ്ററിയുടെ വണ്ടികളാണ്. ഇതൊക്കെ പൗഡർ കോട്ടിങ് പോലെ അത്രയും ഹെവി സാധനമാണ് എഞ്ചിൻ്റെ മുകളിൽ ചെയ്യുന്നത്. അതൊക്കെ നിക്കിളിക്കാർ അടിച്ച് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ നിക്കിളിന് കാശിനായിട്ട് കൂടുതൽ നിക്കിളിന് കാശിന് മിലിറ്ററി വണ്ടി കൊടുക്കണം. കാരണം ആ പച്ച കളർ പോയി കിട്ടത്തില്ല. നമ്മൾ 2 പയ്യന്മാരാണ് എഞ്ചിനൊക്കെ ഫിറ്റ് ചെയ്ത് കാര്യം ചെയ്ത് കൊടുത്താൽ പിന്നെ ബോഡി ലൈനൊക്കെ ബോഡിയും ചേസും കാര്യങ്ങളൊക്കെ അവർ സിമ്പിളായിട്ട് കയറ്റിക്കോളും. അപ്പോൾ ബാക്കി പിള്ളേർക്ക് വെച്ചാൽ നമ്മൾ ആദ്യം ഫുള്ള് സാധനം ഒരു കടുകുമണി പോലും വ്യത്യാസമില്ലാത്ത രീതിയിൽ നമ്മൾ A to Z സാധനം തിരഞ്ഞിട്ട് ഓരോ എഞ്ചിനുള്ള ഭാഗത്തിന് വേറെ, ചേസിസിലെ ഭാഗത്തിന് വേറെ, അങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മൾ സ്പെയർ പാർട്സ് എല്ലാം ലേഔട്ട് ചെയ്ത് വയ്ക്കും. ഫുള്ള് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു കയ്യിൽ നിന്ന് കൈപ്പാക്കത്തിൽ നമ്മൾ ഒരു സാധനത്തിൽ നീച്ച് പോകേണ്ട ആവശ്യം വരില്ല. ഒരു സാധനം ഫിറ്റ് കഴിഞ്ഞാൽ അടുത്ത സാധനം ഫിറ്റ്, അടുത്ത സാധനം ഫിറ്റ് അടുത്ത സാധനം ഫിറ്റ്, അങ്ങനത്തെ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കും. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വർക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ രാത്രി ആകുമ്പോഴേക്കും നമ്മൾ വർക്ക് കംപ്ലീറ്റും അടുത്ത ദിവസം ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വർക്കുകൾ ചെയ്യാൻ പറ്റുന്നത്. സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ അത്രയും വിലയാണ്. ഈ ടൂൾസ് നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ ഫ്രഷ് ടൂൾസ് അല്ല സോറി അപ്പോൾ നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ ഫ്രഷ് സാധനങ്ങൾ എടുക്കുന്നതാണ്. ഈ ജസ്റ്റ് ഓരോ ബ്രാൻഡിൽ വണ്ടികൾ ആർക്സനോടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്നതെന്ന് നോക്കണ്ട. ഇതൊക്കെ ഓരോ അടുത്ത വണ്ടികൾക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. ഒരുപാട് വണ്ടികൾ അഴിക്കും. ഒരു വണ്ടി സ്ക്രാപ്പ് ചെയ്യുമ്പോൾ അതുപോലെ ഹെഡും കാര്യങ്ങളും ഉപകാരപ്പെടും. ആ എയർഫോഴ്സിന് വേണ്ടി കുറേ വണ്ടി കംപ്ലയിൻറ്റുകളുണ്ട്. അതൊക്കെ നമ്മൾ സ്ക്രാപ്പ് ചെയ്യും. ആ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ ഹെഡ് കാര്യം ഉപകാരപ്പെടും. നമുക്ക് ആവശ്യമില്ലാത്ത വെച്ചാൽ കംപ്ലയിൻറ്റ് ഉള്ള സാധനങ്ങൾ ആവശ്യമില്ലാത്തത് അതൊക്കെ നമ്മൾ കൊടുക്കുക, അലുമിനിയത്തിൻ്റെ വിലയ്ക്ക് കൊടുക്കുക ചെയ്യുക. കാരണം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ പറ്റിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, നമ്മളെല്ലാവരും ഒരു വികാരത്തിൽ കൊണ്ടു നടക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ നോക്കൂ G2 മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റിങ്ങും ഇത്രയും സെറ്റ് ചെയ്തിരിക്കുന്ന 20,000 രൂപയോളം നമുക്ക് കോസ്റ്റ് വരുന്ന സാധനമാണ്. അതായത് മഡ്ഗാർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് ഉണ്ടാക്കിക്കുന്നതാണ്. ഒരു ടീമിന് പല ടീമിനെ കൊണ്ട് ഉണ്ടാക്കിച്ച് വാങ്ങിക്കുക. അടുത്ത ഓർഡറുകൾ അടുത്ത ഒരു 2 മാസത്തിനുള്ളിൽ ഇതുപോലത്തെ ഒരുപാട് നല്ല ഡിഫറൻസ് വർക്ക് ഓർഡർ ഉണ്ട്. ഇതിന് മുമ്പ് ഒരു ഐവറി കളർ, അതായത് എന്താ പറയുക, ചന്ദന കളർ വണ്ടി നമ്മൾ ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് പേര് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ
ക്യാഷ് അഡ്വാൻസ് എന്നതിൻ്റെ പേരിൽ നമ്മൾ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് നിങ്ങളൊക്കെ അഡ്വാൻസ് വാങ്ങിക്കുന്നതൊക്കെ നിങ്ങളുടെ വണ്ടിക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ഷോക്കർ കാര്യങ്ങൾ, ടാങ്ക്, പിന്നെ എന്താ പറയുക സീറ്റ്, ഇതൊക്കെ സ്പെയർ പാർട്സ് തിരൂർ ഷോപ്പിന് മുകളിലേക്ക് വന്നാൽ മതി, ഒരുപാടുണ്ടാവും. നമ്മൾ 5-6 ലക്ഷം രൂപയ്ക്ക് സ്പെയർ പാർട്സ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ വേഗം വണ്ടികൾ വർക്ക് ചെയ്ത് ഇറക്കാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ആരെയും നന്നാക്കാനോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല, എനിക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം ചെയ്തു തരും. തിരക്കുള്ളത് കൊണ്ട് നിങ്ങളായിട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. നമ്മുടെ പയ്യന്മാരാണ് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. എന്നോട് കാര്യങ്ങൾ വീഡിയോ ഒക്കെ പറയുമ്പോൾ ജസ്റ്റ് വീഡിയോ സൗണ്ട് കാര്യങ്ങൾ ചെയ്യുക, അത്ര മാത്രം നമുക്ക് ചെയ്യുന്നുള്ളൂ. എനിവേ, ഇത് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഉണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസും ലൈവൊക്കെ ഞാൻ മുമ്പിട്ടിട്ടുണ്ട്. ഭയങ്കര സ്റ്റോറിയാണ്. അപ്പോൾ അത് പോട്ടെ, ഒക്കെ പറഞ്ഞ ഫീലിംഗ് വരും. 5 സ്പീഡ് 135 ആണ്. ഇത് വിലപ്പെടുത്ത് ഓടിക്കും, സമയം ഉണ്ടെങ്കിൽ ഓടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിവേ, ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ടോ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാനേ പറയുള്ളൂ. ഇപ്പോൾ ഡയറക്റ്റ് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ, നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഇന്ന് റിപ്ലൈ കിട്ടിയില്ല, നാളെ റിപ്ലൈ കിട്ടും. കിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെയും മെസ്സേജ് അയച്ചോളൂ. ഫോൺ ചെയ്ത്, കാരണം നമ്മൾ വർക്ക് ചെയ്യാനുള്ള സമയത്തിന് നിങ്ങൾ ജസ്റ്റ് സാവകാശം കാണണം, അത്ര മാത്രം എന്നൊന്ന് മനസ്സിലാക്കി മാത്രം മതി. അതായത് വർക്ക് ചെയ്യണം, കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് മാനേജ് ചെയ്യണം, അത്രയും ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഇത്തിരി സ്റ്റാഫിനൊക്കെ ഒരുമിച്ച് കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ട് അറിയോ? ഇതൊക്കെ ടാങ്ക്, സീറ്റ്, ടൂൾ ബോക്സ്, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക്, അടുത്ത കുറച്ച് വണ്ടികൾക്കുള്ള സാധനം നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്നും നമ്മുടെ മാറ്ററല്ല. ജസ്റ്റ് നിങ്ങളെ ഇൻഫോം ചെയ്തു. എന്തെങ്കിലും ബുദ്ധിമുട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ മോശമായിട്ടുള്ള കാര്യം പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, മാപ്പ് ചോദിക്കുകയാണ്. കാരണം അത്രയും ഹെഡേക്ക് വരുന്ന ഒരു ഫീൽഡ് അതിൻ്റെ പേരിലാണ്, കാരണം അത്രയും മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ശരി മാഷേ, താങ്ക്